ലീഫ് വില്ലേജിൽ യെല്ലോ ഫ്ലാഷ് ഉണ്ടാകുന്നതിന് മുമ്പ്, മിസ്റ്റർ വേൾഡ് വൈഡ് ആയിട്ടുള്ള കോപ്പി നിഞ്ചയും ഉണ്ടാകുന്നതിന് മുമ്പ് ഇരുട്ടിനെ പിളർത്തുന്ന ഒരു വെളുത്ത വെളിച്ചം അവിടെ ഉണ്ടായിരുന്നു. അവന്റെ പേര് മന്ത്രിക്കുന്ന മാത്രയിൽ തന്നെ ഏവരും ഭയപ്പെട്ടിരുന്നു. അവന്റെ നിശബ്ദത ഇടിമുഴക്കത്തേക്കാൾ ശക്തമായി അടിക്കുവാൻ തുടങ്ങി. ലെജൻഡറി സാനിൻസിനെ എല്ലാവരും ഭയപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ ഇവനിൽ നിന്ന് എല്ലാവരും ഓടി ഒളിക്കുവാൻ തുടങ്ങി. വിജയത്തിനു പകരം ജീവിതമാണ് അവൻ തിരഞ്ഞെടുത്തത്. അതിനായി ഗ്രാമം അവനെ നിശബ്ദതയിൽ അടക്കം ചെയ്തു. പ്രതിമയുമില്ല, സ്മാരകവുമില്ല, കാറ്റിലെ ഒരു മന്ത്രവും ആർക്കും പൊരുത്തപ്പെടുവാൻ കഴിയാത്തൊരു വാളും മാത്രം. അവനൊരു ഷെറിംഗന്റെയോ ഒരു കെക്കെ ഗെൻഗയുടെയോ ആവശ്യമില്ലായിരുന്നു. ഒരു വലിയ കുലത്തിന്റെയോ വംശത്തിന്റെയോ ആവശ്യമില്ലായിരുന്നു. കാലാന്തരത്തിൽ അവന്റെ ജീവൻ എടുക്കുവാൻ ഒരു എതിരാളിയും ഇല്ലായിരുന്നു. എന്നാൽ കരുണയെ ബഹുമാനിക്കാൻ കഴിയാത്ത ഭയപ്പെടുന്ന ഒരു ലോകമാണ് അവനെ കൊന്നത്. അദ്ദേഹം സമാധാനത്തിനായി പോരാടി നാണക്കേടിനാൽ മരിച്ചു. പക്ഷെ അവസാനം അദ്ദേഹം കടന്നുപോയപ്പോൾ സാക്ഷാൽ നക്ഷത്രങ്ങൾ പോലും തലകുനിച്ചു നിന്നു. അതെ, ഇത് അവന്റെ കഥയാണ്, സാക്കുമോ ഹട്ടാക്കിയുടെ കഥ. ഓക്കെ ഫൈൻ, സാക്കുമോ ഹട്ടാക്കി. നാരുട്ടോ പ്രപഞ്ചത്തിലെ ഏറ്റവും ഇതിഹാസവും എന്നാൽ ദുരന്തപൂർണവുമായ വ്യക്തികളിൽ ഒരാളായിരുന്നു ദ ലെജൻഡറി ആയിട്ടുള്ള വൈറ്റ് ഫാങ് എന്നറിയപ്പെടുന്ന സാക്കുമോ ഹട്ടാക്കെ. നാരുട്ടോ സീരീസ് ബാച്ചേഴ്സിന് വൈറ്റ് ഫാങ്ങിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി കക്കാഷി ദ കോപ്പി നിഞ്ച എന്ന് പറയുന്ന ലെജൻഡറി ആയിട്ടുള്ള എലൈറ്റ് ലെവൽ ജോനിനായിട്ടുള്ള ഹൊക്കാഗെ ആയിട്ടുള്ള കക്കാഷിയുടെ പിതാവാണ് നമ്മുടെ സാക്കുമോ ഹട്ടാക്കെ. പരിമിതമായ സ്ക്രീൻ ടൈം ഉണ്ടായിരുന്നിട്ടും അദ്ദേഹത്തിന്റെ പാരമ്പര്യം കക്കാഷിയുടെ ജീവിതത്തെ രൂപപ്പെടുത്തുകയും കോണോഹയുടെ ചരിത്രത്തിൽ തന്നെ ഒരു നീണ്ട നിഴൽ വീഴ്ത്തുകയും ചെയ്തു. ഒരു ക്വിക്ക് ഓവർവ്യൂ സാക്കുമോ ഹട്ടാക്കയെ പറ്റി പറയുവാനാണെങ്കിൽ, സാക്കുമോ ഹട്ടാക്കെ അഥവാ ദ വൈറ്റ് ഫാങ് ഓഫ് ദ ലീഫ് എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിന്റെ ക്ലാൻ ഹട്ടാക്കെ ക്ലാൻ ആണ്. റാങ്ക് ഒരു എലൈറ്റ് ജോനിനായിരുന്നു. വെറും ജോനിനല്ല, ഒരു എലൈറ്റ് ജോൻ. എടുത്തു പറയുകയാണെങ്കിൽ ലെജൻഡറി സാനിൻസ് ആയിട്ടുള്ള ലീഫ് വില്ലേജിലെ ലെജൻഡറി സാനിൻസ് ആയിട്ടുള്ള ജിറായ, ഒറോച്ചിമാറു, സുനാഡേക്കാരും അപകടകാരിയായിരുന്നു ഈ എലൈറ്റ് ജോനിനായിട്ടുള്ള സാക്കുമോ ഹട്ടാക്കെ. അദ്ദേഹത്തിന്റെ വെപ്പൺ സ്പെസിഫിക്കലി യൂണിക്ലി പറയുന്നത് വൈറ്റ് ചക്ര സാബ്ര എന്ന് പറയുന്ന ഒരു വെപ്പണാണ്. അതുകൂടാതെ അദ്ദേഹത്തിന്റെ ഫാമിലി ആയിട്ട് ആദ്യ സീരീസിൽ കാണിച്ചിട്ടുള്ളത് കക്കാഷി ഹട്ടാക്കേനെ മാത്രമാണ്. വേറെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട്സോ ക്ലാൻ ബാക്ക്ഗ്രൗണ്ട്സോ ലീനിയേജോ ഒന്നും തന്നെ ഇല്ല. അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസ് ഡിസീസ്ഡ് ആണ്, ബൈ സൂയിസൈഡ്. അതിലേക്കൊക്കെ നമുക്ക് വഴിയേ വരാം. ആദ്യം അദ്ദേഹത്തിന്റെ റെപ്യൂട്ടേഷനും പവറും ഒന്ന് നോക്കാം. സാക്കുമോ ഹട്ടാക്കെ വൺ ഓഫ് ദി മോസ്റ്റ് പവർഫുൾ ആൻഡ് റെസ്പെക്റ്റഡ് ഷിനോബി ഇൻ കൊണോഹാസ് ഹിസ്റ്ററി എന്ന് തന്നെ പറയാം. കൊണോഹ എന്ന് പറയുന്ന ഹിഡൻ ലീഫ് വില്ലേജിലെ മോസ്റ്റ് റെസ്പെക്ട്ഫുള്ളും പവർഫുള്ളുമായിട്ടുള്ള ഒരു ഷിനോബി ആയിരുന്നു സാക്കുമോ. അദ്ദേഹത്തിന്റെ ഐക്കോണിക് ആയിട്ടുള്ള വൈറ്റ് ചക്ര ബ്ലേഡ് ഉപയോഗത്താലാണ് അദ്ദേഹത്തിന് വൈറ്റ് ഫാങ് ഓഫ് ദ ലീഫ് എന്ന് പറയുന്ന ഏലിയാസ് അല്ലെങ്കിൽ മറ്റൊരു നാമം കിട്ടിയത്. അദ്ദേഹത്തിന്റെ സ്കിൽസിന്റെ ആ ഒരു പവർ റേഞ്ച് മനസ്സിലാക്കണമെങ്കിൽ ഒരു കാര്യം തന്നെ ഓർത്താൽ മതി. അദ്ദേഹത്തിന് സാനിൻ എന്ന് പറയുന്ന ആ ഒരു ലെജൻഡറി ആയിട്ടുള്ള ട്രയോ ഉണ്ടല്ലോ, ജെറയ, ഒറോച്ചിമാരു, സുനാഡെ, ഇവർ 3 പേരെക്കാരും ഭയപ്പെട്ടിരുന്നു മറ്റുള്ള വില്ലേജേഴ്സ് ഇദ്ദേഹത്തെ. ഇതിനൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് നമ്മുടെ നാറൂട്ടോ ഷിപ്പുദീനിൽ നമ്മുടെ നാറൂട്ടോയും കക്കാഷിയും കൂടെ സാൻഡ് വില്ലേജിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ആ ഒരു എൽഡർ ലേഡി ഉണ്ടല്ലോ, ചിയോ എന്ന് പറയുന്നത്, പുള്ളിക്കാരി കക്കാഷിനെ കണ്ടിട്ട് വൈറ്റ് ഫാങ് എന്ന് തെറ്റിദ്ധരിച്ച് അദ്ദേഹത്തെ ആക്രമിക്കുവാൻ ചെല്ലുന്നുണ്ട്. അതിന് പുള്ളിക്കാരിക്ക് ഒരു പേഴ്സണൽ റീസൺ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മകളെ മക്കളെ വൈറ്റ് ഫാങ് കൊന്നിട്ടുണ്ടായിരുന്നു. അതായത് സസോറിയുടെ അച്ഛനെയും അമ്മേനെയും. ഈ ഒരു ടൈമിൽ ചിയോ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ദ വൈറ്റ് ഫാങ്, അതായത് വൈറ്റ് ഫാങ് സ്ട്രക്ക് മോർ ഫിയർ ദാൻ ദ സാനിൻസ്. സാനിൻസിനേക്കാളും കൂടുതൽ എന്നെ പേടിപ്പെടുത്തുന്നത് വൈറ്റ് ഫാങ്ങിനെയാണ്. സോ ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, സാക്കുമോ ഒരു സോളോ മിഷൻ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു. ബാക്കിയുള്ള ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ സ്ക്വാഡ് തിരിഞ്ഞാണ് ആക്രമിച്ചിരുന്നെങ്കിൽ സോളോ ആയിട്ട് മിഷൻസ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു എലൈറ്റ് ജോനിനായിരുന്നു നമ്മുടെ ഈ സാക്കുമോ. ഈ ആ ദുരന്തപൂർണമായ കഥ പറയാം, ദ മിഷൻ ദാറ്റ് ചേഞ്ച്ഡ് എവറിത്തിങ്. അതായത് നമ്മുടെ സാക്കുമോ പീക്ക് ഓഫ് ഹിസ് ഫെയിമിൽ ഒരു ഹൈ പ്രയോറിറ്റി മിഷൻ ഹിഡൻ ലീഫിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. ആ ഒരു മിഷൻ്റെ സമയത്ത് ഒരു ക്രിട്ടിക്കൽ ഡിസിഷൻ എടുക്കേണ്ട സമയം നമ്മുടെ സാക്കുമോയ്ക്ക് വന്നു. അതായത് ഇതായിരുന്നു ആ ഒരു 2 ചോയ്സ് ഇതായിരുന്നു. ഒന്നെങ്കിൽ നമ്മുടെ ഷിനോബി വില്ലേജിൽ അല്ലെങ്കിൽ ഹിഡൻ ലീഫ് വില്ലേജിൽ നിന്ന് കിട്ടിയ ആ ഒരു സാധനം, ആ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ തൻ്റെ കൂടെയുള്ള കോംറേഡ്സിനെ രക്ഷിക്കുക. ഇത് രണ്ടും ഒരുമിച്ച് പുള്ളിക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അവിടെ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യായിരുന്നു. അതായത് തൻ്റെ കൂടെയുള്ള കോംറേഡ്സിനെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ ആ കൊണോഹയുടെ ആ ഒരു വില്ലേജിൻ്റെ മിഷൻ ഉറപ്പായിട്ടും അത് പാസ്സാവാൻ കഴിയും. എന്നാൽ അദ്ദേഹത്തിൻ്റെ കോംറേഡിനെ രക്ഷിച്ചു കഴിഞ്ഞാൽ ആ ഒരു മിഷൻ ചെയ്യുവാനും പറ്റില്ല. ഈ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം കോംറേഡ്സിൻ്റെ സുരക്ഷയാണ് മുൻതൂക്കം നൽകിയത് അല്ലെങ്കിൽ പ്രയോറിറ്റൈസ് ചെയ്തത്.
ഈ ഒരു ഡിസിഷൻ കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ട് നാറൂട്ടോ സീരീസിൽ തോന്നിയ ഒരു കാര്യം തന്നെയാണിത്. അതായത് തൻ്റെ കോമ്രേഡ്സിനെ രക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ പോലും അദ്ദേഹത്തിനെ കൊണോഹ എന്ന് പറയുന്ന വില്ലേജിനെ രക്ഷിച്ചില്ലെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുവാൻ പോയി. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്കായി പോയി. ഈവൻ കക്കാഷി പറയുന്ന അനുസരിച്ച് കോമ്രേഡ്സ് പോലും അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തിയെന്നാണ് പറയുന്നത്. രക്ഷിച്ച ആൾക്കാർ പോലും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആരായാലും ഡിപ്രസ്ഡ് ആയി പോവുകയുള്ളൂ. സോ അദ്ദേഹത്തിൻ്റെ കോമ്രേഡ്സിനെ ചൂസ് ചെയ്തുകൊണ്ട് നാട്ടുകാരും വില്ലേജസും ഷിനോബീസും എല്ലാം അദ്ദേഹത്തിനെ ഒറ്റപ്പെടുത്തുവാൻ തുടങ്ങിയതും ഇതിൽ നിന്ന് അദ്ദേഹം വലിയൊരു ഡിപ്രഷനിലേക്ക് പോവുകയുമാണ് ചെയ്തത്. അവിടെ നിന്നായിരുന്നു നമ്മുടെ സാക്കുമോയുടെ ഡൗൺഫോൾ ആരംഭിച്ചത്. ഈ ഒരു ഇമോഷണൽ വെയിറ്റ് താങ്ങാൻ പറ്റാതെ അദ്ദേഹം ഐസൊലേറ്റ് ചെയ്തു അദ്ദേഹത്തിനെ തന്നെ. അദ്ദേഹം കൂടുതൽ മിഷൻസിലൊന്നും പങ്കെടുത്തില്ല, എപ്പോഴും ഒറ്റയ്ക്ക് നടക്കുവാൻ തുടങ്ങി, ഭയങ്കരമായിട്ടുള്ള ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് വന്നു. സോ അങ്ങനെ ഇരിക്കെ അദ്ദേഹം സൂയിസൈഡ് ചെയ്തു. സൂയിസൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ദേഹത്തിലേക്ക് കുത്തിക്കയറ്റുകയാണ് ഉണ്ടായത്. ഇത് ആ ഒരു ബോഡി ആദ്യം കാണുന്നത് കക്കാഷി തന്നെയാണ്. ഈ ഒരു സാധനം കക്കാഷിയുടെ മൈൻഡിനെയും ഭയങ്കര രീതിയിൽ ട്രോമറ്റൈസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ എന്തിനേറെ പറയുന്നു, കക്കാഷിക്ക് ഒബീറ്റോ ഉച്ചിഹ പറയുന്ന ആ ഒരു ഫിലോസഫി ഉണ്ടല്ലോ, യു മസ്റ്റ് പ്രൊട്ടക്ട് യുവർ കോമ്രേഡ്സ് എന്ന് പറയുന്നത്, ആ ഒരു ടൈം വരെ കക്കാഷി വിചാരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ മിഷനാണ് പ്രയോറിറ്റി എന്നാണ്. അത് നമുക്ക് കക്കാഷിക്ക് ഷരിങ്കൺ ആയി കിട്ടുന്ന ആ ഒരു എപ്പിസോഡിൽ വ്യക്തമായിട്ട് കാണാവുന്നതാണ്. എലൈറ്റ് ലെവനായിട്ടുള്ള ഒരു ജോണിൻ കക്കാഷി ചെറുപ്രായത്തിൽ തന്നെ ആയപ്പോഴും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രയോറിറ്റൈസേഷൻ മിഷൻ കംപ്ലീറ്റ് ചെയ്യുകയെന്നായിരുന്നു. അതിൽ നിന്ന് മാറ്റിക്കുറിച്ചത് ഒബീറ്റോ ഉച്ചിഹ എന്ന് പറയുന്ന തൻ്റെ കോമ്രേഡാണ്. റെനിനെ രക്ഷിക്കാൻ പോകണമെന്നും അദ്ദേഹം അല്ലെങ്കിൽ ഒബീറ്റോ ഉച്ചിഹ തൻ്റെ ഫാദറിനെ ഒരിക്കലും ഒരു ലൂസറായിട്ട് കണ്ടിട്ടില്ലെന്നും അദ്ദേഹം ചെയ്തതാണ് റൈറ്റ് എന്നും ഒബീറ്റോ ഉച്ചിഹ പറയുന്നത് കേട്ടപ്പോഴാണ് നമ്മുടെ കക്കാഷി ഹട്ടാക്കയ്ക്ക് ആ ഒരു സാധനം ട്രിഗർ ആവുന്നത്. അന്ന് തൊട്ട് കക്കാഷിക്ക് എവിടെ എങ്ങനെ മിഷൻസ് പ്രയോറിറ്റൈസ് ചെയ്ത് നയിക്കണമെന്ന് മനസ്സിലായി. ഇതുകൂടാതെയുള്ള മറ്റൊരു കഥകളും സാക്കുമോ ഹട്ടാക്കയെ പറ്റി നറൂട്ടോ സീരീസിലുടനീളം പറയുന്നില്ല. എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ പെയിൻ അറ്റാക്ക് ചെയ്യാൻ വന്നല്ലോ കൊണോഹ വില്ലേജിൽ. ആ ഒരു ടൈമിൽ നമ്മുടെ കക്കാഷി കുറച്ച് നേരത്തേക്ക് മരിച്ചായിരുന്നു. ഒരു ലിംബോലൈക് സ്റ്റേജിൽ പോയപ്പോൾ അവിടെ വെച്ച് സാക്കുമോ ഹട്ടാക്കിനെ കാണുന്നുണ്ട്. അവിടെ വെച്ച് ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു കോൺവെർസേഷനൊക്കെ നടത്തുമ്പോഴും അപ്പോൾ സാക്കുമോ ഇങ്ങനെ പറയുന്നുണ്ട്, ഐ ക്യാൻ ഫൈനലി മൂവ് ഓൺ താങ്ക്സ് ടു യു കക്കാഷി എന്ന്. അപ്പോൾ കക്കാഷിയും പറയുന്നുണ്ട്, ഫാദർ താങ്ക് യു എന്ന്. സോ ആ ഒരു ലിംബോ സ്റ്റേജിൽ നിന്ന് സാക്കുമോ ഡയറക്റ്റ് പിന്നെ സ്വർഗത്തിലെത്തിയെന്ന് നമുക്ക് അനുമാനിക്കാം. ഇനി പവർ സ്കെയിൽ ലെവൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും സാക്കുമോയുടെ ഒരു 5 ടോൺ സ്ക്രീൻ നമ്മൾ കണ്ടിട്ടില്ല. നമുക്കറിയാവുന്ന വെച്ചൊന്ന് പറയുകയാണെങ്കിൽ ഹി വാസ് മോർ ഫിയർഡ് ദാൻ ദി സാനിൻ. അതായത് ജിറായ, സുനാഡെ ആൻഡ് ഒറോച്ചിമാറു ഇവർ 3 പേരെക്കാളും ഓൾമോസ്റ്റ് സ്ട്രോങ് ആയിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം ലൈക്ലിയെ കാഗെ ലെവലായിട്ടുള്ള ഒരു റോ പവറും ടെക്നിക്കും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. പിന്നെ മൂന്നാമത്തെ ഹിസ് വൈറ്റ് ചക്ര ബ്ലേഡാണ്. അതെ, കക്കാഷിക്കും ആ ഒരു ലൈറ്റ്നിങ് ബ്ലേഡ് എന്ന് പറയുന്ന ഒരു സാധനം കൊടുത്താലോ, ചിഡോരി പോലത്തെ, അദ്ദേഹത്തിനും വൈറ്റ് ചക്ര ബ്ലേഡ് സാബ്ര എന്ന് പറയുന്ന ഒരു വെപ്പണും ഉണ്ടായിരുന്നു. സോ ഒരു പവർ ലെവൽ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു അന്യായ പവർ ലെവൽ തന്നെയായിരുന്നു. ഫൈനൽ കൺക്ലൂഷൻ എന്ന രൂപേണ പറയുകയാണെങ്കിൽ സാക്കുമോ ഹട്ടാക്കെ വാസ് എ മാൻ എഹെഡ് ഓഫ് ഹിസ് ടൈം എന്ന് തന്നെ പറയാം. അതെ, അദ്ദേഹത്തിൻ്റെ വിൽ ഓഫ് ഫയറും അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്രിട്ടിക്കൽ ഡിസിഷൻ മേക്കിങ്ങും ഒക്കെ അന്നത്തെ ടൈപ്പിലുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. ബട്ട് ഇന്നും കാലാന്തരത്തിൽ അദ്ദേഹം ഒരു ഹീറോ ആയി ജീവിക്കുന്നു. ഇനിയും നറൂട്ടോ സീരീസിലെ ഓരോ ക്യാരക്ടർ അനാലിസിസും ഓരോ ക്ലാൻസും ഓരോ ജുറ്റ്സും എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. സോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ ബോയ്സ് ചെയ്യാൻ നെക്സ്റ്റ് വീഡിയോ. ടാറ്റ ഗൈസ്. I told you long ago on the road.